നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു കിടിലൻ ഓൺലൈൻ തൊഴിൽ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഡെയിലി 3000 രൂപയാണ് പ്രതിഫലം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ജോലി ചെയ്താൽ മാസം 1.5 ലക്ഷം രൂപയായിരിക്കും പ്രതിഫലം. സൂപ്പർ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇത് വെറും തട്ടിപ്പാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി ഓൺലൈൻ തട്ടിപ്പ് ജോലികളാണ് ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് 10 വിവിധ തരത്തിലുള്ള ജോലി തട്ടിപ്പുകളെ കുറിച്ചാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഓൺലൈൻ തട്ടിപ്പ് മാത്രമല്ല, മറ്റു പല വിധത്തില് ഇന്ന് പലരും നമ്മളുടെ തൊഴിൽ അന്വേഷകരെ അല്ലെ വീട്ടമ്മമാരെ, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെ ഒക്കെ ഇങ്ങനെ പറ്റിക്കപ്പെടാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിവിധ തട്ടിപ്പുകൾ, അക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഞാനും ഒരിക്കൽ തൊഴിൽ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ്. അക്കാര്യവും ഞാൻ സൂചിപ്പിക്കാം. ഈ തൊഴിൽ തട്ടിപ്പിൽ പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുന്ന ചില വീഡിയോകൾ മുമ്പും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഈ തട്ടിപ്പുകൾ ഞാൻ സൂചിപ്പിക്കുമ്പോൾ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഒക്കെ സമാനമായ തട്ടിപ്പിലൂടെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് കാണുന്നവർക്ക് ഒരുപക്ഷെ ഉപകാരമായിരിക്കും. അപ്പോൾ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ തരം തട്ടിപ്പ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച തട്ടിപ്പുകളാണ്. അതായത് ഓൺലൈനിലൂടെയുള്ള ജോലി വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് ഡേറ്റ എൻട്രി അല്ലെ ക്യാപ്ച ടൈപ്പിംഗ്, അല്ലെങ്കിൽ ടാസ്ക് ബേസ് ചെയ്തിട്ടുള്ള അല്ലെ വീഡിയോ പ്രൊമോഷൻ പോലെയുള്ള ജോലികൾ വലിയ ശമ്പളത്തോടെ വലിയ പ്രതിഫലത്തോടെ ഓഫർ ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന തട്ടിപ്പുകൾ എങ്ങനെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഇങ്ങനെയുള്ള ജോലികൾ, ഡേറ്റ എൻട്രി പോലെയുള്ള ജോലികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അപ്പോൾ ഒരു ട്രെയിനിങ് ഫീ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് ഫീ വാങ്ങിച്ചുകൊണ്ട് ആ പണം കൈക്കലാക്കുന്നതാണ് ഒരു പരിപാടി. മറ്റൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലികൾ തരും. ഇപ്പൊ ഡേറ്റ എൻട്രി പോലെയുള്ള ജോലികൾ തരും. അത് ഒരുപക്ഷെ വളരെ ഡിഫിക്കൽട്ടായിട്ട് വളരെ ടൈപ്പ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള വർക്കുകൾ നമുക്ക് തന്നിട്ട് നമ്മൾ തെറ്റുകൾ വരുത്തും. അപ്പം നിങ്ങൾ തെറ്റുകൾ വരുത്തി നിങ്ങൾ വർക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫൈനായിട്ട് കമ്പനിക്ക് ഒരു എമൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ തരുമ്പോൾ തന്നെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ട്രെയിനിങ് ഫീ എന്ന പേരിലോ പ്രോസസ്സിംഗ് ഫീ അല്ലെങ്കിൽ ഫയൽ ചാർജ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിൽ നമ്മൾ ഇന്നൊരു തുക വാങ്ങിക്കും. എന്നിട്ട് വർക്ക് നമുക്ക് ചെയ്യാനാവാതെ വരുമ്പോൾ നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് അവർ ഈ കാശ് കൈക്കലാക്കുന്ന ഒരു പരിപാടി പൊതുവെ കാണാറുണ്ട്. ഇനി വർക്ക് നമ്മൾ തീർത്തു കൊടുത്താൽ പലപ്പോഴും അവര് നമ്മൾക്കൊരു വലിയ തുക വാഗ്ദാനം ചെയ്യും. ഓക്കെ, നിങ്ങൾ 1000 രൂപയാണ് നിങ്ങൾക്ക് പെർ വർക്ക് തരുന്നത്, നിങ്ങൾ 10 വർക്ക് ചെയ്തു, 10000 രൂപ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭ്യമാകും. പക്ഷെ അത് തരുന്നതിന് മുമ്പായിട്ട് ടാക്സ് നിങ്ങൾ കമ്പനിയിലേക്ക് അടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമ്മളിൽ നിന്ന് ഒരു ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് മുങ്ങുന്ന ഒരു തട്ടിപ്പ് ഈ മേഖലയിൽ കാണാറുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ ജോലിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ. ഇനി അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ, വർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പോൾ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ എഗ്രിമെന്റിൽ സൈൻ ചെയ്തപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് വർക്ക് പ്രോപ്പറായിട്ട് തീരാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കും എന്ന് പറയും. അപ്പോൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വീണ്ടും ഒരു കാശ് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള പല തട്ടിപ്പുകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഈ ക്യാപ്ച ടൈപ്പിംഗ് പോലെയുള്ളത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പൊ എപ്പോഴും ഓർക്കുക, ഓൺലൈനിലൂടെ വലിയ വാഗ്ദാനങ്ങൾ കണ്ടാൽ അതിൽ ചാടിപ്പെടാതെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നുണ്ടോ, അവർക്കൊരു വരുമാനമുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവർ വഴി മാത്രം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ തട്ടിപ്പ്, അതും ഓൺലൈനിലൂടെ തന്നെയുള്ള തട്ടിപ്പാണ്. എന്നാൽ ഓൺലൈൻ ജോലികളല്ല, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഒക്കെ എവിടുന്നെങ്കിലും ഒക്കെ കരസ്ഥമാക്കിയിട്ട് ചില കമ്പനികൾ നിങ്ങളെ വിളിക്കും. ഇൻഫോസിസിൽ നിന്നാണ് അല്ലെങ്കിൽ മാരുതിയിൽ നിന്നാണ് ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് സെലക്ഷനായി, ജോലിയായി എന്ന് വിശ്വസിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ഉടൻ ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പൊ നിങ്ങളുടെ ജോബ് ഓഫർ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീസ്, വലിയ തുകയൊന്നും ആയിരിക്കില്ല, ഒരു 2000 രൂപ ഞങ്ങൾക്ക് അയച്ചു തരണം. അതല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ ഇന്ന ദിവസം ജോയിൻ ചെയ്യാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ അയച്ചു തരും. പക്ഷെ ആദ്യം ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ തുക നിങ്ങൾ ഞങ്ങൾക്ക് തരണം.
നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ ശമ്പളത്തോടൊപ്പം ഈ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന്റെ തുക തിരിച്ചു തരും എന്ന് പറയും. അപ്പൊ നമുക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ തുക അവർക്ക് അയച്ചു കൊടുക്കും. അവർ ഈ പണവുമായിട്ട് പോകും. അപ്പൊ അല്ലെങ്കിൽ ഇതിന് വേണ്ട ട്രെയിനിങ് ആദ്യം ഓൺലൈനിലൂടെ ആയിരിക്കും. ആ ട്രെയിനിങ്ങിന് വേണ്ട തുക അയച്ചു തരണം. ഇങ്ങനെ വലിയ കമ്പനികളിൽ വലിയ ശമ്പളത്തിൽ ജോബ് ഓഫർ നമുക്ക് കിട്ടി എന്ന് നമ്മളെ ധരിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഒരു ചെറിയ പണം ഈടാക്കുന്ന തട്ടിപ്പ് നടക്കാറുണ്ട്. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അപേക്ഷിക്കാതെ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിന് അനുയോജ്യമല്ലാത്ത, അപ്പൊ നിങ്ങൾ ഒരു 20,000 25,000 രൂപ ജോലിക്ക് പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ഒരു ജോലി ഒരാൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഒരു ജോലി ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൂടുതലും തട്ടിപ്പാകാനാണ് സാധ്യത. ഇപ്പം വളരെ മികച്ച പ്രൊഫൈൽ ഉള്ളവർക്കൊക്കെ ചിലപ്പം കമ്പനികൾ ഇങ്ങോട്ടേക്ക് വന്ന് ജോബ് ഓഫർ നൽകാറുണ്ട്. എന്നാൽ സാധാരണ പ്രൊഫൈലുള്ള ഒരു ഓർഡിനറി ആൾക്ക് അപേക്ഷിക്കാതെ ടെസ്റ്റ് എഴുതാതെ വലിയ ജോബ് ഓഫർ, അതും നമ്മൾക്ക് പറ്റുന്നതല്ലാത്ത ശമ്പളമോ നമുക്ക് അനുയോജ്യമല്ലാത്ത വലിയ ഡെസിഗ്നേഷനോ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുക. ഇതാണ് രണ്ടാമത്തെ തരം തൊഴിൽ തട്ടിപ്പ്. മൂന്നാമത്തേത് പുവർ ജോബ്സ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ജോബ്സ് എന്നുള്ള ഒരു തട്ടിപ്പ് മാർഗമാണ്. അതായത് നിങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി, മികച്ച ജോലി വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ജോലിക്കെടുക്കുന്നു. അപ്പം നിങ്ങൾ ജോലിക്ക് ചെന്ന് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ജോലി അല്ല ചെയ്യേണ്ടത് എന്ന്. പ്രത്യേകിച്ച് ഈയിടെയായിട്ട് ഒത്തിരി കാണുന്ന ഒരു ഇതാണ്, വലിയ ഡെസിഗ്നേഷൻ, മാർക്കറ്റിംഗ് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ജോബ് ഓഫേഴ്സ് നൽകുന്നു. എന്നിട്ട് നമ്മൾ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 1-2 ദിവസത്തെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാക്കുന്നത് നമ്മളുടെ പണി വീട് വീടാന്തരം കയറി അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളത്. വിൽക്കുക എന്നുള്ളത് അത്ര മോശപ്പെട്ട കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവര് അവകാശപ്പെട്ട ജോലി ആയിരിക്കില്ല പലപ്പോഴും തരുന്നത്. അല്ലെങ്കിൽ വിദേശത്തേക്ക് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നു, ഒരു മേസൺ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലേബർ ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അല്ലെ ഓഫീസ് ബോയ് ആണ്, ഓഫീസ് ജോബാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വെയിലത്തുള്ള ജോലികൾ തരുന്നു. ഇങ്ങനെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോലികൾ തരുന്ന ഒരു തട്ടിപ്പുണ്ട്. ഇവിടെയും മറ്റൊരു തട്ടിപ്പ് ഇവിടെയും നടക്കുന്നത്, പലപ്പോഴും ശമ്പളം വാഗ്ദാനം ചെയ്തിട്ട് പറഞ്ഞ ശമ്പളമായിരിക്കില്ല. ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് പല കമ്പനികളും ചെയ്യുന്നത്, ഒരു ശമ്പളത്തിന് നിങ്ങളെ ജോലിക്കെടുക്കും, അവസാനം ജോലിക്ക് കയറി കഴിയുമ്പോൾ പറയും നിശ്ചിത ശമ്പളമായിരിക്കില്ല നിങ്ങൾക്ക് തരുക, മറിച്ച് നിങ്ങൾ വിൽക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മീഷൻ ആയിരിക്കും, ഇൻസെന്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞും തട്ടിപ്പിക്കാറുണ്ട്. അപ്പം സബ്സ്റ്റാൻഡേർഡ് ജോബ്സ് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത ശമ്പളം തരാതിരിക്കുക, ഇതൊക്കെയാണ് മൂന്നാമത്തെ തരം തൊഴിൽ തട്ടിപ്പ്. മറ്റൊരു തട്ടിപ്പ് നമുക്ക് വളരെ പരിചിതമാണ്, വിസ തട്ടിപ്പ്. അതായത് വിദേശത്തേക്ക് നിങ്ങൾക്ക് ജോലി ഓഫർ നൽകിക്കൊണ്ട് നമ്മളിൽ നിന്ന് പണം ഈടാക്കുന്ന രീതി. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് നമ്മളിൽ നിന്ന് പണം ഈടാക്കിയതിന് ശേഷം നമുക്ക് ആ ജോലി ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ചില കേസുകളിൽ നമുക്ക് എയർ ടിക്കറ്റ് നൽകി നമ്മൾ വിദേശത്ത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും പെട്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ വിസയുടെ പണം എന്ന രീതിയിൽ ഒരു വലിയ തുക നമ്മളിൽ നിന്ന് ഈടാക്കി നമുക്ക് പണം നൽകാത്ത, ജോലി കിട്ടാത്ത ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. മുൻപ് ഇത് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് മലയാളിയുടെ താല്പര്യം ഗൾഫ് വിട്ട് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും മാറിയപ്പോൾ ഈ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പേരിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുന്നത് എന്നറിയുക. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ നോർക്ക പോലെയുള്ള സ്ഥാപനങ്ങൾ വഴിയുള്ള റിക്രൂട്ട്മെന്റ്, അല്ലെ ഒഡേപക് പോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൂടെയുള്ള റിക്രൂട്ട്മെന്റ്, ഇതൊക്കെ അല്പം കൂടി വിശ്വാസയോഗ്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ളതായിരുന്നു. ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു വിദേശ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് വിദേശ റിക്രൂട്ട്മെന്റിനുള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഓർക്കുക, ഈ വിദേശ റിക്രൂട്ട്മെന്റുകൾക്കൊക്കെ ഒരു പണം പലപ്പോഴും നൽകേണ്ടതായിട്ട് വരും. കാരണം അവരെ നമുക്ക് വിസയൊക്കെ റെഡിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പണം ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണം പലപ്പോഴും കൺസൾട്ടൻസികൾക്ക് നൽകേണ്ടതായിട്ട് വരും. അപ്പോഴും ഈ കൺസൾട്ടൻസി യഥാർത്ഥത്തിൽ ഉള്ളതാണ്, ലൈസൻസ് ഉള്ളതാണ്, ഈ ജോലി യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഈ നിങ്ങളുടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്ലയന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തോ അതല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഗവൺമെന്റ് ഏജൻസികളിലൂടെയൊക്കെ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി മാത്രം ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അടുത്തൊരു തരം തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ജോബ് പോസ്റ്റിങ്സ് എന്നുള്ളതാണ്. അതായത് ഇല്ലാത്ത തൊഴിൽ അവസരങ്ങൾ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്.
അതായത് വളരെ മികച്ച തൊഴിലവസരങ്ങൾ മികച്ച ശമ്പളത്തോടെ ചില കമ്പനികൾ പരസ്യപ്പെടുത്താറുണ്ട്. അപ്പം അത് കണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മുടെ ഡേറ്റാ ബേസ് കരസ്ഥമാക്കുക എന്ന് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ. ബാക്കി ഒരു വിധത്തിലും നമ്മളെ തട്ടിപ്പിക്കത്തില്ല. നമ്മുടെ ഡേറ്റാ ബേസ് കരസ്ഥമാക്കുക. ഈ ഡേറ്റാ ബേസിലൂടെ അവർക്ക് ഭാവിയിൽ ഒരു പക്ഷേ അവരുടെ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഈ ഡേറ്റാ ബേസ് വിറ്റ് കാശാക്കുന്നതിനോ ഒക്കെ ഈ കമ്പനികൾക്ക് കഴിയാറുണ്ട്. അപ്പം നമ്മളുടെ ഡേറ്റാ ബേസ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ജോബ് എന്താ പറയുക പോസ്റ്റിങ്ങൾ പലപ്പോഴും പല കമ്പനികളും നടത്താറുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. പലപ്പോഴും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നൽകുന്ന ചില ജോബ് ഓഫറുകൾ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ചില സുഹൃത്തുക്കളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അവരുദ്ദേശിക്കുന്നത് ഇതിലൂടെ ഡേറ്റാ ബേസ് കരസ്ഥമാക്കുവാൻ എന്നുള്ളതാണ്. അവർ പറയുന്ന ന്യായം ഞങ്ങൾ പലയിടത്തും അപ്ലൈ ചെയ്യുന്നു, ഞങ്ങളെ വിളിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ വിളിക്കുന്നില്ല എന്നതുകൊണ്ട് ആ ജോബ് ഫേക്ക് ആണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. മിക്കവാറും കമ്പനികളൊക്കെ 100 കണക്കിന് അപേക്ഷ വരുമ്പോൾ ആദ്യത്തെ ഒരു 10ഓ 20ഓ അപേക്ഷയിൽ നിന്ന് അവർക്ക് വേണ്ടവരെ തിരഞ്ഞെടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ വിളിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അവർക്ക് സ്യൂട്ടബിൾ ആയതുകൊണ്ടായിരിക്കില്ല. അപ്പോഴും അതിനെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ കഴിയില്ല. അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇല്ലാത്ത ജോലി അവസരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഡേറ്റാ ബേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോബ് തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് വലിയ ഉപദ്രവം ചെയ്യുന്നില്ല, നമ്മുടെ ഡേറ്റാ ബേസ് അവർ കൈക്കലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നതിനാൽ തന്നെ അത്ര ഉപദ്രവകാരികളല്ല എന്നുള്ള കാര്യം അറിയുക. അടുത്ത ഒരു തരം തട്ടിപ്പ് ഈ ജോബ് കൺസൾട്ടൻസികൾ നടത്തുന്ന തട്ടിപ്പാണ്. നമുക്കറിയാം പല കൺസൾട്ടൻസികളുണ്ട്. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഒരു തുക വാങ്ങിക്കും. ചിലപ്പോൾ ഒരു 1000-ഓ 2000-ഓ ഒക്കെ ആയിരിക്കും. അവർ തരുന്ന വാഗ്ദാനം നിങ്ങൾക്ക് ജോലി കണ്ടെത്തി ഞങ്ങൾ നൽകാം എന്നുള്ളതാണ്. അതിനായിട്ട് അവർ എവിടെ നിന്നെങ്കിലും ഒക്കെ ചില അവസരങ്ങൾ കണ്ടെത്തിയിട്ട് നമുക്ക് തരും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറയും. ഇന്റർവ്യൂ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കൈ ഒഴിയാം, കാരണം ഞങ്ങൾ ജോലി അവസരം കണ്ടെത്തി, ഞങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല. അങ്ങനെ ചില അവസരങ്ങൾ തന്ന് അവസാനം നമ്മൾ മടുക്കും. ഈ കൺസൾട്ടൻസിക്ക് നമ്മൾ കൊടുത്ത പണം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി ജോലി കിട്ടുന്നില്ലെങ്കിൽ അവർ നമ്മളുടെ തലയിൽ കുറ്റം വെച്ചിട്ട് ആ പണം കൈക്കലാക്കുകയും ചെയ്യും. അപ്പം ഒരു രജിസ്ട്രേഷൻ ഫീ കൈക്കലാക്കിക്കൊണ്ട് തട്ടിപ്പ് നടത്തുന്ന എന്ന് പറഞ്ഞാൽ, തട്ടിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും അവർ തരുന്ന അവസരങ്ങൾ നമുക്ക് അനുയോജ്യമായിരിക്കില്ല, അല്ലെ സബ്സ്റ്റാൻഡേർഡ് ജോലികളായിരിക്കും. അങ്ങനെയുള്ള ഒരു തട്ടിപ്പുമുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പം ജോബ് കൺസൾട്ടൻസിയിലൂടെയുള്ള ഒരു തട്ടിപ്പാണ് മറ്റൊരു തരം തട്ടിപ്പായിട്ട് ജോബ് ഫ്രോഡായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ ബോണ്ടുകളെ കുറിച്ചാണ്. ബോണ്ടുകളിലൂടെ തട്ടിപ്പ് നടത്താറുണ്ട്. ജോബ് ബോണ്ട് എന്ന് പറയും. അതായത് ചില ജോലികൾക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കമ്പനി പറയാറുണ്ട് മിനിമം 3 കൊല്ലത്തെ ബോണ്ട് തരണം. അതായത് 1 or 2 കൊല്ലം നമ്മുടെ കമ്പനിയിൽ നിൽക്കാം എന്ന് ഉറപ്പ് നൽകണം എന്നുള്ളതാണ്. വാക്കാൽ അങ്ങനെ ആവശ്യപ്പെടുന്നത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഒരുപക്ഷെ 1 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഈ കമ്പനി പോരാ എന്ന് തോന്നിയാൽ നമുക്ക് മാറുന്നതിൽ അവിടെ ഒരു ലീഗൽ ബോണ്ടിങ് ഒന്നുമില്ല. എന്നാൽ ചില കമ്പനികൾ റിട്ടേൺ ആയിട്ട് ബോണ്ട് തരാനായിട്ട് പറയും. അതായത് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന നാള് ആ കമ്പനിയിൽ നിന്നില്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പോകാൻ നേരത്ത് ഒരുപക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ വരാം. ചില കമ്പനികൾ അങ്ങോട്ടൊരു പണം അടയ്ക്കേണ്ടതായിട്ട് ആവശ്യപ്പെടാം. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ തട്ടിപ്പ് നടക്കുന്ന മറ്റൊരു രീതി ഞാൻ സൂചിപ്പിക്കാം. ചില കമ്പനികൾ സൂചിപ്പിക്കും മിനിമം 2 കൊല്ലം ഞങ്ങളുടെ കമ്പനിയിൽ നിൽക്കണം, അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ കുഴപ്പമില്ല ഏക്കും. അപ്പൊ അവർ പറയും അതൊരു ക്യാഷ് ബോണ്ടാണ്. ഇനീഷ്യലി നിങ്ങൾ ഒരു തുക ഒരു 20,000-ഓ 15,000-ഓ 25,000 ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ കാശ് ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പോലെ അവിടെ കിടക്കും. 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ ഈ പണം തിരികെ നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കമ്പനിയിൽ നിന്ന് നമുക്ക് മാറേണ്ടതായിട്ട് വന്നാൽ ഇവർ ഈ പണം ഈടാക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോബ് ബോണ്ടുകളിലൂടെ തട്ടിപ്പ് നടത്തുന്ന കമ്പനികളുണ്ട് എന്നറിയുക. അപ്പൊ ജോബ് ബോണ്ടുകൾ പലപ്പോഴും ശ്രദ്ധാപൂർവം വേണം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുവാൻ എന്ന കാര്യം ഓർക്കുക. അടുത്തൊരു തട്ടിപ്പ് ഫിഷിംഗ് എന്നുള്ളതാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഇരയെ പിടിക്കുക എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾക്ക് ചില ജോബ് ഓഫർ തന്നിട്ട് അവൻ ആവശ്യമുള്ള വിവരങ്ങൾ നമ്മളിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. ചിലപ്പം നമുക്ക് വരുന്ന ഇമെയിലുകൾ അതിനകത്ത് ചില ലിങ്കുകൾ കാണും, അല്ലെങ്കിൽ ചില തട്ടിപ്പ് സൈറ്റുകളിൽ നമ്മൾ കയറിയാൽ അതിനകത്തൊക്കെ ചില ലിങ്കുകൾ കാണും. ആ ലിങ്കിൽ ഒരുപക്ഷെ അവര് നമ്മൾക്ക് ശമ്പളം തരാനായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കാൻ
അല്ലെ നമ്മുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൈക്കലാക്കുവാനായിട്ടുള്ള ലിങ്കുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ലിങ്കുകളിൽ നമ്മളുടെ ഡേറ്റ നൽകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും വൈറസ് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഡേറ്റ എടുത്തുകൊണ്ട് തട്ടിപ്പിൽപ്പെടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിഷിംഗ്, ഇര പിടിക്കുന്നത് പോലെയുള്ള തട്ടിപ്പ് ഓഫറുകൾ, തട്ടിപ്പ് ജോബ് പോസ്റ്റിങ്ങുകളിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നമുക്ക് കിട്ടുന്ന ജോബ് ഓഫർ ലെറ്ററിൽ വലിയ ശ്രദ്ധ നൽകണം എന്നുള്ളതാണ്. പലപ്പോഴും ഈ ജോബ് ഓഫർ ലെറ്റർ വലിയ അബദ്ധങ്ങൾ, മിസ്റ്റേക്കുകൾ കാണാറുണ്ട്. ചിലപ്പം വലിയ സ്പെല്ലിംഗ് തെറ്റുകൾ കാണാറുണ്ട്, ഗ്രാമർ മിസ്റ്റേക്ക് കാണാറുണ്ട്. അതല്ലെങ്കിൽ ഒട്ടും നല്ലതായിട്ട് വളരെ പൂറായിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടുള്ള ജോബ് ഓഫർ ലെറ്റേഴ്സും കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് പലതും തട്ടിപ്പാണ് എന്നറിയുക. ഒരിക്കൽ ഞാൻ കണ്ട ഒരു ജോബ് ഓഫർ ലെറ്റർ, ഒരു പയ്യൻ എന്നെ ഒരു ഉദ്യോഗാർത്ഥി എന്നെ കാണിച്ച ഒരു ജോബ് ലെറ്ററാണ്. അവന് കൊക്കക്കോളയിൽ നിന്നാണ് ജോബ് ഓഫർ കിട്ടിയേക്കുന്നത്. ഈ ഓഫർ ലെറ്ററിന്റെ മേളിൽ, അതായത് ഈ ഓഫർ ലെറ്റർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നാസയുടെ ഓഫർ ലെറ്ററിലാണ്. സൈൻ ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ഡൊണാൾഡ് ട്രംപ് സൈൻ ചെയ്ത ഒരു ഓഫർ ലെറ്റർ കിട്ടില്ല എന്നും നാസയുടെ ഓഫർ ലെറ്റർ കൊക്കക്കോളയുടെ ജോബ് ഓഫർ നാസയുടെ ലെറ്റർ പാഡിൽ കിട്ടില്ല എന്നും ഒക്കെ അറിയുക എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിയാണ്, ഒരു കോമൺ സെൻസ് ആണ്. അപ്പൊ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കിട്ടുന്ന ജോബ് ഓഫർ ലെറ്ററെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് അതിൽ തട്ടിപ്പില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്പേർട്സിനെ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ മെയിൽ വരുന്നത്? അത് കമ്പനി ഇമെയിൽ ID ആണ്. ചിലപ്പോൾ കമ്പനി വിപ്രോ എന്നാണെങ്കിൽ അതിന്റെ VIPROയ്ക്ക് വരാം VPIRO ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് അത് മനസ്സിലാകുള്ളൂ. അപ്പൊ ഇമെയിൽ ID എങ്ങനെയാണ്? അതേപോലെ കമ്പനി ഇമെയിൽ ID ആണോ അതോ ജിമെയിലിൽ നിന്നാണോ വരുന്നത്? ഒരു കമ്പനിയും, നല്ല കമ്പനികളൊന്നും ജിമെയിലിൽ നിന്ന് ജോബ് ഓഫർ ലെറ്റർ അയക്കാറില്ല. അപ്പൊ ഏത് ഇമെയിലിൽ നിന്ന് വരുന്നു, ആ ജോബ് ലെറ്റർ എങ്ങനെയാണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട്, അല്ലെ എക്സ്പേർട്ടുകളുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട്, അല്ലെ ഇതിനു വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് കൺസൾട്ടൻസികളുടെ ഒക്കെ സഹായമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് കഴിയും. വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ജോബ് ഓഫറുകളെ കൈകാര്യം ചെയ്യുവാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായാലും ഈ ഒരു വീഡിയോ അല്പം ലെങ്തി ആയിരുന്നു എങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാരെ ഇങ്ങനെ അബദ്ധങ്ങളിൽ പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാനായിട്ട് മറക്കല്ല്. ഏറ്റവും മികച്ച ഒരു തൊഴിൽ അവസരങ്ങളിലേക്ക് എത്തുവാൻ, കരിയറിൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കൂടുതൽ ജോബ് ഓഫേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ വാട്സാപ്പ് ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഒക്കെ ലഭ്യമാകുന്നുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ നോക്കിയിട്ട് ക്രെഡിബിൾ എന്ന് തോന്നുന്ന അവസരങ്ങളാണ് ഇങ്ങനെയുള്ള നമ്മുടെ പ്ലാറ്റ്ഫോംസിലൂടെ നൽകാറുള്ളത്. അത് ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.